ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ബിസി ഡേ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ രാവിലത്തെ കുക്കിങ്ങിൻ്റെ ഒപ്പം തന്നെ ഒരു ലോഡ് ലോണ്ട്രി വാഷ് ചെയ്യാനിടും. അതെന്തായാലും മുടക്കാത്തൊരു കാര്യമാണ് കേട്ടോ. അതൊരു മെയിൻ പണിയായതുകൊണ്ട് തന്നെ ഒരു ദിവസം പോലും മുടങ്ങാതെ ചെയ്യാൻ നോക്കലുണ്ട്. പിന്നെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞാൽ ദോശയും പിന്നെ സാമ്പാർ ലെഫ്റ്റ് ഓവർ ഉണ്ട്. അപ്പോൾ സാമ്പാർ ചൂടാക്കി എടുത്താൽ മതി. അപ്പം പിന്നെ ദോശ ചുട്ടെടുത്താൽ മതിയല്ലോ. പിന്നെ ഇന്ന് മോൾക്ക് ലഞ്ചിന് ഞാനൊരു പ്രോൺസ് ഫ്രൈഡ് റൈസ്, ഒരു തട്ടിക്കൂട്ട് പ്രോൺസ് ഫ്രൈഡ് റൈസ് പോലെ ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. പിന്നെ മോൻ ക്യാൻറ്റീനിൽ നിന്നാണ്, ആഴ്ചയിൽ ഒരു 1-2 ദിവസം മോൻ ക്യാൻറ്റീനിൽ നിന്ന് തന്നെ ആയിരിക്കും കഴിക്കുന്നത്. അവർക്കവിടെ കുറച്ച് ചപ്പാത്തി അങ്ങനെയൊക്കെയുള്ള ഓപ്ഷൻസ് ഉള്ളതുകൊണ്ട് മോന് ക്യാൻറ്റീനിൽ നിന്ന് കഴിക്കാൻ ഇഷ്ടമാണ്. മോൾക്ക് ക്യാൻറ്റീൻ ഉണ്ടെങ്കിലും അവിടെ സാധാരണ ചോറും കറികളൊക്കെ ആയതുകൊണ്ട് അത്ര ടേസ്റ്റ് ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് അവൾക്ക് വീട്ടിൽ ഞാൻ കൊടുത്തുവിടുന്നത് തന്നെയാണ് ഇഷ്ടം. അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ കുട്ടികളുടെ ഇഷ്ടം എങ്ങനെയാണെന്ന് വെച്ചാൽ ആ ഒരു രീതിക്ക് തന്നെയാണ് കേട്ടോ കൊടുക്കാറ്. എന്നാലും എല്ലാ ദിവസവും മോനെ ക്യാൻറ്റീനാക്കാൻ ഞാൻ സമ്മതിക്കാറില്ല. കാര്യം വെജ് ഓപ്ഷൻസ് ഒന്നും തന്നെ കഴിക്കില്ല. അപ്പോൾ ഞാൻ കൊടുത്തു വിടുന്നതാണെങ്കിലും കൂടുതൽ നോൺ വെജ് ഓപ്ഷൻസ് തന്നെയാണ്, അവന് അതാണ് കൂടുതൽ ഇഷ്ടം. അപ്പം അതല്ലെങ്കിൽ കഴിക്കാതെ കൊണ്ടുവരും. അപ്പോൾ ഈ സ്പോർട്സിനൊക്കെ ജോയിൻ ചെയ്ത കുട്ടികളല്ലേ, അപ്പോൾ നമ്മൾ അവരെന്താണോ കൂടുതൽ കഴിക്കുന്നത് ഫുഡ് ചെല്ലട്ടെ എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പിന്നെ തിരിച്ച് വരുമ്പോൾ പിന്നെ നമുക്ക് പിന്നെയും എന്തെങ്കിലുമൊക്കെ ഇഷ്ടത്തിനൊക്കെ ചെയ്ത് കൊടുക്കാമല്ലോ. അപ്പോൾ എന്തായാലും അങ്ങനെയൊക്കെയാണ് കുട്ടികളുടെ ലഞ്ചിൻ്റെ കാര്യങ്ങളൊക്കെ. അപ്പോൾ പ്രോൺസ് ഞാൻ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. സാധാരണ നമ്മൾ പ്രോൺസ് ഫ്രൈ ചെയ്യാൻ കണക്കാക്കി മാരിനേറ്റ് ചെയ്ത് വെച്ചതാണ്. അപ്പോൾ ഞാൻ ഇന്നത് കുറച്ച് റൈസും കൂടി ആഡ് ചെയ്ത് മിക്സ് ചെയ്തൊരു പുലാവ് പോലെ ആക്കാം എന്നാണ് വിചാരിക്കുന്നത്. കാരണം വേറെ കറിയായിട്ടൊന്നുമില്ല. അപ്പോൾ കഴിക്കാൻ കുറച്ചുകൂടി നമ്മളൊരു പുലാവ് ഫോമിലാണെങ്കിൽ നല്ലതാണല്ലോ. അപ്പോൾ അതവിടെ നടക്കട്ടെ. പിന്നെ ഞാൻ കോൺ പുഴുങ്ങാൻ വേണ്ടിയിട്ട് തൊട്ടിപ്പുറത്ത് തന്നെ വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇപ്പോഴത്തെ ഒരു റൂട്ടീൻ എന്ന് പറഞ്ഞാൽ മാക്സിമം തലേദിവസം എന്തെങ്കിലുമൊക്കെ പ്രിപ്പയർ ആക്കി വെക്കും ലഞ്ചിനുള്ളത്. പക്ഷേ ഞാൻ ലഞ്ചിൻ്റെ കുക്കിംഗ് ജോലിക്ക് കയറിയതിന് ശേഷം പിന്നെ ഞാനൊരു ബ്രേക്ക് എടുക്കും 12 മണിയാകുമ്പോൾ. ആ ഒരു ടൈമിലാണ് മെയിനായിട്ട് ചെയ്യുന്നത്. എന്തായാലും കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് ഇരിക്കാനും പറ്റില്ല. എഴുന്നേറ്റില്ലെങ്കിൽ ഭയങ്കര പ്രശ്നമാണ് ഇരുന്നുള്ള ജോലി ആയതുകൊണ്ട് തന്നെ. അപ്പം ഞാൻ ആ ഒരു ടൈമാണ് ലഞ്ച് പ്രിപ്പറേഷൻ ടൈം. അത് മുന്നേ ഞാൻ കൂടുതലും രാവിലെ പ്രിപ്പയർ ആക്കുന്നത് കുറവായിരുന്നു. ഒരു പണികളൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ 12 മണിയാകുമ്പോഴാണ് ഒന്ന് ചെയ്തിരുന്നത്. അപ്പം ഇപ്പോഴും ആ ഒരു രീതിയിൽ തന്നെയാണ് ഇപ്പോൾ ഫോളോ ചെയ്ത് പോകുന്നത്. പിന്നെ മിക്കവാറും തന്നെ രാവിലെ ഡിഷ് വാഷിങ്ങിന് ചേച്ചി ഉണ്ടാവും. പിന്നെ അതുപോലെ ഒരു ഓൾട്ടർനേറ്റ് ഡേയ്സ് അല്ലെങ്കിൽ വീക്ക്ലി ഒരു 3 ദിവസം മോപ്പിംഗ് ചെയ്യും. ബാക്കി എന്തായാലും വീട് ഡെയിലി അടിച്ചിടും. ചേച്ചി ഇല്ലയെന്നുണ്ടെങ്കിൽ ഞാൻ എന്തായാലും അടിച്ചിടും. പിന്നെ വാക്യൂം ചെയ്യും. അങ്ങനെയാണ് വീടിൻ്റെ ക്ലീനിങ്. പിന്നെ മുന്നത്തെ പോലെ റെഗുലറായിട്ട് റൂം ബൈ റൂം ഡീപ്പ് ക്ലീനിങ് ഒന്നും ഇപ്പം ശരിക്കും പറഞ്ഞാൽ പ്രോപ്പറായിട്ട് ചെയ്യാൻ പറ്റുന്നില്ല. പക്ഷേ ഞാൻ കൂടുതലും വീക്കെൻഡ്സിൽ കുറച്ചൊന്ന് കബേർഡ്സും അങ്ങനെയൊക്കെ ആയിട്ട് വീക്കെൻഡ്സ് കുറച്ചും കൂടി കോൺസെൻട്രേറ്റ് ചെയ്യാറുണ്ട്. അങ്ങനെ ചെയ്ത് വീടൊന്ന് സെറ്റ് ചെയ്തിടുമ്പോഴാണ് എനിക്ക് വീക്ക് ഡേയ്സ് ഇപ്പം ഒന്ന് റിലാക്സ് ആയിട്ട് ഇരിക്കാൻ പറ്റുന്നത്. പിന്നെ തീരെ ചെറിയ മക്കളൊന്നും ഇല്ലാത്തതുകൊണ്ട് വലിയ അലമ്പായിട്ടൊന്നും കിടക്കാറില്ല. കുറച്ചൊക്കെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറിക്കിടക്കും. അത് നമ്മൾ ഡെയിലി ജോലീൻ്റെ ഇടയിൽ തന്നെ ഇടയ്ക്കിടയ്ക്ക് ഫ്രീ ഒക്കെ കിട്ടുമ്പോൾ പിക്കപ്പ് ടൈം ഇപ്പം സ്പ്രെഡ് ചെയ്തൊക്കെ ചെയ്യും. മാക്സിമം രാവിലെ കുറച്ച് നേരം കൊണ്ടൊക്കെ ഒന്ന് ഒതുക്കിയിടാൻ നോക്കും. പറ്റാത്തത് അല്ലാത്ത സമയത്ത് ചെയ്തു പോവും. അപ്പോൾ എന്തായാലും കാര്യങ്ങളൊക്കെ സെറ്റായി വരട്ടെ. അപ്പോൾ നമ്മുടെ കുക്കിങ്ങിലേക്ക് തിരിച്ചു വരാം. ഞാൻ സെക്കൻഡ് സെറ്റ് ഓഫ് പ്രോൺസ് ഫ്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ കുറച്ച് വൈറ്റ് റൈസോ ഗീ റൈസോ ആ ഒരു ഫോമിൽ ഒരു റൈസ് ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ മോൾക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ ഇങ്ങനെ വൈറ്റ് റൈസ് പല ഫോമിൽ ആക്കി കൊടുക്കുന്നതൊക്കെ ഇഷ്ടമാണ്. പല വെജിറ്റബിൾസൊക്കെ ഇട്ട് കൊടുക്കുന്നത്. മോനാണ് അങ്ങനത്തെ വെറൈറ്റി ഓപ്ഷൻസൊക്കെ ട്രൈ ചെയ്യാൻ പൊതുവേ കുറച്ച് മടിയാണ്. എന്തായാലും കുട്ടികൾ അങ്ങനെ തന്നെയാണല്ലോ അല്ലേ. പിന്നെ ചില സമയത്ത് ഇതുപോലെ റൈസ് ബാക്കി ഉണ്ടെങ്കിൽ 2 ദിവസത്തിന് എടുക്കും കേട്ടോ. ഒരു ദിവസത്തിൻ്റെ ബാക്കി എടുത്തു വെച്ചാൽ നെക്സ്റ്റ് ഡേ നമുക്ക് ഇതുപോലെ മിക്സ് ചെയ്തെടുക്കുന്ന കാര്യമല്ലേ ഉള്ളൂ. ഇപ്പം ഇന്ന് ഞാൻ ഈ പുലാവ് ഉണ്ടാക്കുമ്പോഴത്തേനും കുറച്ച് ക്യാരറ്റും കോണും കൂടി ഒന്ന്
വഴറ്റിയെടുത്തിട്ട് അതും കൂടി ആഡ് ആക്കുന്നുണ്ട് കേട്ടോ. അപ്പം ആ 2 വെജിറ്റബിൾസാണ് കട്ട് ചെയ്ത് റെഡി ആയിട്ടുള്ളത്. കോൺ ഓൾറെഡി നമ്മൾ പുഴുങ്ങി കുട്ടികൾക്ക് വേണ്ടി പുഴുങ്ങുമല്ലോ രാവിലെ. അപ്പം അതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് ഈ റൈസിൽക്കും കൂടി എടുക്കും. അപ്പോൾ ഇനിയിപ്പോൾ ഇതാ മോൻ്റെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ടൈമായി. അപ്പോൾ പയ്യെ ദോശ ചുട്ടെടുക്കുകയാണ് കേട്ടോ. പാല് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. 1 ഗ്ലാസ് പാൽ എന്തായാലും അവരെ കൊണ്ട് കുടിപ്പിക്കാൻ മാക്സിമം നോക്കലുണ്ട് കേട്ടോ. ചില സമയത്ത് ധൃതി പിടിച്ചിട്ട് കുടിക്കാണ്ടൊക്കെ പോവും. എന്നാലും പറ്റുന്ന പോലെയൊക്കെ അത് ഇൻക്ലൂഡ് ആക്കാൻ നോക്കും. പിന്നെ അതുപോലെ സമയം ഉണ്ടെങ്കിൽ ഓരോ മുട്ടയും പുഴുങ്ങി വെച്ചിട്ട് ഹാഫൊക്കെ കഴിപ്പിക്കാനും നോക്കാറുണ്ട്. അപ്പോൾ ഇതാ ഞാൻ ക്യാരറ്റും കോണും എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഓയിലിൽ വഴറ്റി കൊടുക്കുകയാണ്. ഒന്ന് ചെറുതായിട്ടൊന്ന് വഴന്നു വരുമ്പോൾ ഞാൻ കുറച്ച് ടൊമാറ്റോ സോസും പിന്നെ സോയാ സോസും കൂടി ആഡ് ചെയ്തിട്ട് ഒന്ന് എടുക്കുകയാണ്. അപ്പോൾ ശരിക്കൊരു നല്ലൊരു റൈസിന് നല്ലൊരു ഫ്ലേവർ കിട്ടുമല്ലോ. അപ്പോൾ മോള് ചൈനീസൊക്കെ നല്ല ഇഷ്ടമുള്ള കൂട്ടത്തിലാണ് മോള്. അപ്പോൾ പിന്നെ ഞാൻ ആ ഒരു ഫ്ലേവറിൽ എടുക്കാമെന്ന് തന്നെ വിചാരിച്ചു. പക്ഷേ ആ സമയത്താണ് റൈസ് ശരിക്കും അങ്ങോട്ട് വെന്തിട്ടുണ്ടായിരുന്നില്ല. ശരിക്കും പണിയാണ് കറക്റ്റായിട്ട് വെന്ത് കിട്ടിയിട്ടില്ലെങ്കിൽ. കാരണം പിന്നെ നമ്മൾ കുക്കറിൽ അടിച്ചു കഴിഞ്ഞാൽ എന്തായാലും അടി പിടിക്കും. പക്ഷെ എന്തായാലും വേറൊരു ഓപ്ഷനില്ല. കാരണം അത് വേവാതെ പറ്റില്ലല്ലോ. അപ്പോൾ ഞാൻ എന്തായാലും ഇച്ചിരി ചൂടുവെള്ളം അവിടെ കിറ്റിലുണ്ടായിരുന്നു. ചൂടുവെള്ളം ജസ്റ്റ് ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്നുകൂടി ഒന്ന് അടിക്കാൻ വേണ്ടി വിസിൽ കൊടുത്തിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ സൈഡ് ബൈ സൈഡ് ഞാൻ എന്താ കുറച്ച് പുട്ടും കൂടി ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. എല്ലാം ലെഫ്റ്റ് ഓവറാണ് കേട്ടോ. പുട്ടുപൊടി ലെഫ്റ്റ് ഓവർ ഉണ്ടായിരുന്നു, ദോശമാവ് ലെഫ്റ്റ് ഓവർ, പിന്നെ സാമ്പാർ ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ എല്ലാ ഐറ്റംസും ഫിനിഷ് ആവുകയും ചെയ്യുമല്ലോ. അപ്പോൾ ഞാൻ അതാ നമ്മുടെ ചോറ് റെഡി ആയിട്ടുണ്ട്. അടി പിടിച്ചിട്ടുണ്ട്, എന്നാലും കുഴപ്പമില്ല. ഇപ്പോൾ പ്രോപ്പറായിട്ട് വെന്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അത് നല്ല പോലെ മിക്സ് ചെയ്തെടുത്താൽ നമ്മുടെ ഈസി പീസി തട്ടിക്കൂട്ട് പ്രോൺസ് ഫ്രൈഡ് റൈസ് റെഡി ആയിട്ടുണ്ട്. ഉച്ച കഴിഞ്ഞ് വന്നപ്പോഴത്തേനും പാത്രമൊക്കെ ക്ലീൻ ആയിരുന്നു കേട്ടോ. അവൾക്ക് അത്ര ഇഷ്ടപ്പെട്ടു. നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ഒരു സാറ്റിസ്ഫാക്ഷൻ ആണല്ലേ. നമ്മൾ ഉണ്ടാക്കുന്ന ഫുഡ് ഭയങ്കര ടേസ്റ്റി ആയിട്ട് കഴിച്ചിട്ട് ലഞ്ച് ബോക്സൊക്കെ നല്ല ക്ലീൻ ആയിട്ട് കൊണ്ടുവരാമെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ ഒരു ഡേ ആയിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ മോളോട് ചോദിച്ചിട്ട് തന്നെയാണ് എന്തോരം റൈസ് വെക്കണമെന്ന്. അപ്പോൾ അവൾ എൻ്റെ അടുത്ത് പറഞ്ഞു എനിക്ക് ഇത്രയും മതി എന്ന് പറഞ്ഞു. പിന്നെ ഞാൻ നല്ലൊരു പാവയ്ക്കയും ക്യാരറ്റും കൂടിയിട്ടുള്ള ഒരു ഉപ്പിലിട്ട ഫോമിലുള്ള പിക്കിൾ തന്നെ, പക്ഷെ ഉപ്പിലിട്ട ഫോമിലുള്ളത് നല്ല ടേസ്റ്റാട്ടോ. ഇവിടെ ഭയങ്കര ഡിമാൻഡാണ്. അപ്പോൾ അതും കൂടി ഞാൻ ജസ്റ്റ് ഒന്ന് വെച്ച് കൊടുക്കുകയാണ്. കാര്യം സ്പൈസിനെസ് അത്രയൊന്നും ഇല്ലല്ലോ, പിന്നെ വേറെ കറികളൊന്നുമില്ല. അപ്പോൾ അത് ഒന്ന് തൊട്ട് കൂട്ടാൻ നല്ലതാണല്ലോ. പിന്നെ എപ്പോഴും സ്പൂൺ വേണമെന്ന് പറയും മോള് റൈസ് കഴിക്കുമ്പോൾ. അവൾക്ക് അങ്ങനെയാണ് ഇഷ്ടം. അപ്പോൾ ഞാൻ ഒരു സ്പൂണും കൂടി സെറ്റ് ചെയ്ത് വെക്കുന്നുണ്ട്. ഇനിയിപ്പോൾ സ്നാക്ക് ബോക്സ് റെഡിയാക്കുകയാണ്. അപ്പോൾ മോൻ സ്നാക്ക് കൊണ്ടുപോകാറില്ല കേട്ടോ. എന്തൊക്കെ പറഞ്ഞാലും സ്നാക്ക് കൊണ്ടുപോവില്ല. ആദ്യത്തെ 1-2 പ്രാവശ്യം കൊണ്ടുപോയി, പിന്നെ ആരും കൊണ്ടുവരണില്ല എന്ന് പറഞ്ഞിട്ട് എന്തുകൊണ്ടാണെന്നറിയില്ല, അവർക്ക് വേണ്ടാന്ന് പറയും. പിന്നെ ഞാൻ നിർബന്ധിക്കാറില്ല. പിന്നെ കൊടുത്തു വിടുകയാണെങ്കിൽ അവർക്ക് ഈ ക്രീം ബിസ്ക്കറ്റൊക്കെയാണ് ചോദിക്കുക. അപ്പോൾ പിന്നെ ഞാനത് വലിയ പ്രൊമോട്ട് ചെയ്യാറില്ല. അതിനു വേണ്ടി മോൾക്ക് നല്ല ഇഷ്ടമാണ് പല വെറൈറ്റി സ്നാക്സൊക്കെ കൊടുത്തു വിടുന്നത്. അപ്പോൾ ഞാൻ ഇന്ന് കൊടുത്തു വിടുന്നത് ആപ്പിളും പിന്നെ അതുപോലെ ചെറിയൊരു പാത്രത്തിൽ 2 ഡേറ്റ്സും 2 കാഷ്യൂം കൂടി വെച്ചിട്ട് കൊടുക്കും കേട്ടോ. അങ്ങനെ കുട്ടികളൊക്കെ പോയി. ഇനിയിപ്പോൾ ഞാൻ ജസ്റ്റ് ആദ്യമേ ഈ റൂമാണ് കേട്ടോ ക്ലീൻ ചെയ്യുക. എന്ന് വെച്ചാൽ നമ്മൾ ഇരുന്ന് വർക്ക് ചെയ്യാൻ പോകുന്ന റൂമല്ലേ. അപ്പം ബെഡൊക്കെ ജസ്റ്റ് ഒന്ന് വിരിച്ചിട്ട് എല്ലാം. പിന്നെ മോൻ
ബുക്സൊക്കെ നല്ല ഭംഗിയിലെടുത്ത് വെച്ചിട്ടൊന്നും ആയിരിക്കില്ല പോകുന്നത്. അപ്പം ഞാൻ അതൊക്കെ ഒന്ന് ഒതുക്കി വയ്ക്കുമ്പോൾ കാണുമ്പോൾ നമുക്കൊരു സമാധാനം. അപ്പം ഞാൻ എപ്പോഴും പറയാറുണ്ട് കേട്ടോ, ബുക്സൊക്കെ നല്ലപോലെ ഒതുക്കി വെക്കണം. അപ്പം പറയുമ്പോൾ ചില സമയത്ത് ചെയ്യും, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഇട്ടിട്ട് തന്നെ പോവും. അപ്പോൾ ഞാൻ ചെയ്യും. പിന്നെ ഇതാ പേപ്പർ എന്നും എടുത്ത് വെക്കാറുള്ളതാണ്. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് കുറച്ചൊക്കെ അവിടെ മുന്നത്തെ പേപ്പറൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് അതൊക്കെ പഴയതൊക്കെ ഒന്ന് മാറ്റിയിട്ട് അന്നത്തെ ദിവസത്തെ പേപ്പർ മാത്രം തന്നെ അവിടെ വെക്കുകയാണ്. അപ്പോൾ ഒരു 9:30 ആകുമ്പോഴാണ് ഞാൻ ലോഗിൻ ചെയ്യാറ്. ഇപ്പോൾ കുട്ടികൾ മോള് ഒരു 8:15 ആകുമ്പോൾ പോവും. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് നമുക്ക് രാവിലെയുള്ള വാക്കിംഗ് ചെയ്യാൻ പറ്റാറില്ല കേട്ടോ. എന്തുകൊണ്ടോ തിക്കും തിരക്കുമൊക്കെ ആയിട്ട് ചെയ്യാറില്ല. അതിന് പകരം നമ്മൾ എല്ലാ പണിയും കഴിഞ്ഞിട്ട് വൈകിട്ട് വാക്കിങ്ങിന് പോവാറുണ്ട്. പിന്നെ ഞാൻ പറ്റുമ്പോഴൊക്കെ ഇടയ്ക്ക് ഒരു 20 മിനിറ്റ് വർക്കൗട്ട് ബ്രേക്ക് എടുത്തിട്ട് ഒരു 11 മണി ഒക്കെ ആകുമ്പോൾ, അല്ലെങ്കിൽ ആ ലഞ്ച് പ്രിപ്പറേഷന് വേണ്ടി ഇറങ്ങില്ലേ അതിന് തൊട്ട് മുന്നേ ആയിട്ട് അങ്ങനെ കുറച്ച് ഒരു വർക്കൗട്ട് ചെറിയ രീതിയിൽ ചെയ്യുന്നുണ്ട്. പിന്നെ ഞാൻ വിചാരിക്കുന്നത്, ഞാനിപ്പം മുന്നത്തെ പോലെ ഡയറ്റിങ് പയ്യെ ഫുഡ് എല്ലാം തന്നെ കുറച്ച് കൊണ്ടുവരികയാണ്. പെട്ടെന്ന് ചെയ്യാൻ പറ്റില്ല, പക്ഷെ എന്നാലും പയ്യെ പയ്യെ മുന്നത്തെ ആ ഒരു ഡയറ്റ് റൂട്ടീനിലോട്ട് വരികയാണ്. എന്തായാലും ഫുഡ് കൺട്രോൾ ചെയ്യുമ്പോഴേ നമുക്ക് വെയിറ്റിലൊരു പിടുത്തം കിട്ടുള്ളൂ എന്ന് അത് മനസ്സിലായിട്ടുള്ള കാര്യമാണ്. അപ്പം എന്തായാലും ഇപ്പോൾ ഡയറ്റ് കുറച്ചുകൂടി ശ്രദ്ധിക്കാം. പിന്നെ ഇതുപോലെ എൻ്റെ 10,000 സ്റ്റെപ്സ് ഒരു ദിവസം കിട്ടണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. ചില ദിവസമൊക്കെ കിട്ടാറുണ്ട്, ചില ദിവസം 8,000 അങ്ങനെയൊക്കെ കിട്ടും. രാവിലെയും വൈകിട്ടും 30 മിനിറ്റ്സ് നടന്നാലൊക്കെ നമുക്ക് എന്തായാലും കിട്ടും കേട്ടോ. അപ്പോൾ ഇതാ പിക്കപ്പ് ടൈമൊക്കെ കഴിഞ്ഞ് 9:20 ആയിട്ടുണ്ട്. നമ്മുടെ ലോഗിൻ ചെയ്യാനുള്ള ടൈമായി. അപ്പോൾ ഞാനൊരു വലിയ ബോട്ടിൽ വെള്ളം റെഡിയാക്കി വെക്കും കേട്ടോ. അതല്ലെങ്കിൽ പിന്നെ മറന്നു പോകും വെള്ളം കുടിക്കാൻ വേണ്ടി. ഇപ്പോൾ ഒരു 11:15 കിച്ചൺ എല്ലാം സെറ്റായിട്ട് കിടപ്പുണ്ട്. ഞാനൊരു സ്നാക്കിന് വേണ്ടി വന്നതാണ്. അപ്പോൾ ഇന്ന് ഓറഞ്ചാണ് കേട്ടോ കഴിക്കുന്നത്. അപ്പം രാവിലെ ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ ഒരു 11 മണി ടൈമിനാണ് ഇപ്പോൾ ഇതുപോലെ മിഡ് മോർണിംഗ് സ്നാക്ക് കഴിക്കുന്നത്. പിന്നെ വീണ്ടും ജോലി കണ്ടിന്യൂ ചെയ്യുന്നു. അപ്പോൾ ലഞ്ച് പ്രിപ്പറേഷൻ, പിന്നെ ലഞ്ച് കഴിക്കാൻ, അതുപോലെ ചായയുടെ ടൈമിൽ ഇതിൻ്റെ ഇടയിലൊക്കെ ബ്രേക്ക് എടുക്കും. ഇടയിലിടയിൽ ജോലി കണ്ടിന്യൂ ചെയ്യും. വേറെ തിരക്കുകളില്ലാന്നുണ്ടെങ്കിൽ ഒരു 5:30 ഒക്കെ ആകുമ്പോൾ നമുക്ക് ലോഗ് ഔട്ട് ചെയ്യാം. അതിന് ശേഷമാണ് പിന്നെ ബാക്കി തിരക്കുകൾ തുടങ്ങുന്നത്. രാവിലത്തെ സമയത്ത് നമുക്ക് ലോണ്ട്രി തുണി മടക്കി വെക്കാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ മാക്സിമം അപ്പം തന്നെ ചെയ്തു വയ്ക്കാൻ നോക്കും. കാരണം എനിക്ക് തുണികൾ അവിടെ ഇവിടെയൊക്കെ ഇടുന്നു കഴിഞ്ഞാൽ നല്ലൊരു മെസ്സി ആയിട്ടിരിക്കുന്ന പോലെ എപ്പോഴും തോന്നാറുണ്ട്. അപ്പോൾ അത് ചെയ്യും. പിന്നെ നമ്മൾ ഓരോ ദിവസം ഓരോ റൂം സ്കെഡ്യൂൾ ചെയ്തിട്ടുണ്ടല്ലോ, അപ്പോൾ ബാത്റൂംസ് അങ്ങനെ അതിൻ്റെ ഒപ്പം ചെയ്തു പോകാൻ വേണ്ടി നോക്കും. അപ്പം അങ്ങനെയൊക്കെയാണ് ഇപ്പോൾ തട്ടിമുട്ടിയൊക്കെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. വലിയ തെറ്റില്ലാണ്ട് പോകുന്നുണ്ട്. അപ്പോൾ എന്തായാലും എനിക്ക് എൻ്റെ വെയ്റ്റ് മാനേജ്മെൻ്റ് ആണ് എൻ്റെ എനിക്കൊരു എൻ്റെ കൺട്രോളിൽ വരാത്തൊരു കാര്യം. അപ്പം അതെന്തായാലും ചെയ്തു പോകണം. ആ ഒരു ദിവസം പിന്നെ വൈകിട്ട് ഞങ്ങൾക്കൊരു ഇവിടെ ഫ്ലാറ്റിൽ തന്നെ ഒരു പാർട്ടി ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ വേഗം തന്നെ തുണികളൊക്കെ മടക്കി വെച്ച് റെഡി ആയാൽ അതിനു വേണ്ടി പോവാം. അപ്പോൾ പിന്നെ ഡിന്നറിൻ്റെ തിരക്കുകളൊന്നുമില്ല. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ലൈക്കും കമൻറ്റും വ്യൂസും എല്ലാം ഒരു മോട്ടിവേഷനാണ് കേട്ടോ. അപ്പം പറ്റുവാണെങ്കിൽ അങ്ങനെയൊന്ന് സപ്പോർട്ട് ചെയ്യുക. എന്തായാലും വ്ളോഗ്സ് എന്തായാലും വരും. കാര്യം ഞാൻ എൻജോയ് ചെയ്യുന്നൊരു കാര്യമാണ്. അപ്പോൾ എന്തായാലും പുതിയൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണുന്നത് വരേക്കും ബൈ.